സഹോദരി സഹോദരന്മാർ, കേരളത്തിന്റെ പുതിയ മാറ്റമാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളിലും യുവജന സംഘടനയിലുമൊക്കെ ഏത് തരത്തിലുള്ള ചിന്തകൾ ഉയർന്നു വരുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഈ പരിപാടി. സാധാരണ ഇതുപോലൊരു കൂട്ടായ്മ DYFI സംഘടിപ്പിക്കുമ്പോൾ അവർ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ യുവജന സംഘടനകളിൽ ഏറ്റവും വിശദമായ സമരങ്ങൾ നടത്തിയ പാരമ്പര്യമായ സംഘടനയാണ്. അത്തരമൊരു സംഘടന സാധാരണ നിലയിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട കൺവെൻഷനുകൾ, ഇതുപോലുള്ള യോഗങ്ങളൊക്കെ നടത്തുന്നതാണ് മുൻകാലങ്ങളിൽ കേരളം കണ്ടിട്ടുള്ളത്. ഇത് വേറിട്ടൊരു കാഴ്ചയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വേറിട്ട കാഴ്ചകൾ ശ്രദ്ധിക്കപ്പെടുമോ എന്ന് എനിക്കറിയില്ല. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾക്ക് അമിതമായ പ്രചരണം കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നിർഭാഗ്യവശാൽ നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട, ധർമ്മം ഏറ്റെടുത്ത മാധ്യമങ്ങൾ തന്നെ പലതും ഈ അധിക സഞ്ചാരത്തിലാണ് എന്നതും കേരളത്തിന്റെ ഒരു ദുരനുഭവം. എന്നാൽ ഇതൊരു വേറിട്ട കാഴ്ച തന്നെയാണ്. നമ്മുടെ നാടിന്റെ മാറ്റം അത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കാനാകും എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവായിട്ടാണ് ഈ പരിപാടിയെ കാണുന്നത്. സ്റ്റാർട്ടപ്പ് മേഖലയുടെ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് DYFI ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ, സ്റ്റാർട്ടപ്പ് മേഖലയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അവർക്ക് ചിലർക്കെങ്കിലും DYFIയുടെ ആശയങ്ങളോട് പൊരുത്തമുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എന്താണ് കാണാൻ നമുക്ക് സാധിക്കും. മവാസോ 2025 ഇതാണ് സ്റ്റാർട്ടപ്പ് മേഖലയുടെ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പേരായി നിർദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ വിവിധ മേഖലയുടെ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സംഘടനയാണ് DYFI. സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റം
ഇപ്പോഴും നാടിന് പ്രധാനമാണ്. അതിന്റെ ശരിയായ രീതിയിലുള്ള ഇടപെടലുകൾ വലിയ തോതിൽ തന്നെ ഡിവൈഎഫ്ഐക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നാടിന്റെ ഒരു ശാപമായി പലപ്പോഴും നാം കണക്കാക്കുന്ന അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും നടത്താൻ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മുന്നിൽ ഏറ്റവും അപകടകരമായി വളർന്നു വരുന്നതാണ് വർഗീയതയുടെ ആപത്ത്. ശരിയായ നിലപാടിൽ നിന്നുകൊണ്ട് വർഗീയതയുടെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം സ്വീകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ സംഘടനയാണ് ഡിവൈഎഫ്ഐ. അതോടൊപ്പം യുവജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇടപെടാനും അവയ്ക്ക് പരിഹാരം കാണാനും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതേവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അപ്പൊ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ ജ്വലിക്കുന്ന ഏടുകളാണ് എന്നതാണ് യഥാർത്ഥത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. നാട് ഏതെല്ലാം ഘട്ടത്തിൽ ആപത്ത് നേരിടുന്നു ആ ഘട്ടത്തിലെല്ലാം ഡിവൈഎഫ്ഐ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഒട്ടേറെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നാടാണ് നമ്മുടെ കേരളം. പല ഘട്ടത്തിലായാലും അതിനെ തുടർന്നുണ്ടായ ഘട്ടങ്ങളിലായാലും കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിലായാലും ഇപ്പൊ ഏറ്റവും കൂടുതൽ മുണ്ടക്കൈ ചൂർമല ദുരന്തഘട്ടത്തിലായാലും എല്ലാറ്റിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ശരിയായ രീതിയിലുള്ള സാമൂഹിക ഇടപെടൽ നടത്താൻ ശേഷിയുള്ള ഒരു സംഘടന എന്നതാണ് ഡിവൈഎഫ്ഐയെ കുറിച്ച് പൊതുവെ വന്നു ചേർന്നിട്ടുള്ള വിശേഷം. അതോടൊപ്പം ഡിവൈഎഫ്ഐ നടപ്പാക്കുന്ന പലയിടങ്ങളിൽ നടപ്പാക്കുന്ന ഹൃദയപൂർവം എന്നൊരു പദ്ധതി ആശുപത്രികളിൽ പൊതിച്ചോറ് നൽകുന്ന മാതൃകാപരമായ ഇടപെടൽ, ഇതെല്ലാം ഡിവൈഎഫ്ഐയെ ഒരു വേറിട്ട യുവജന സംഘടന എന്ന നിലയിൽ കാണുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇപ്പോ ആ വേറിട്ട പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ് ഡിവൈഎഫ്ഐ കാണിക്കുന്നത്. സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് നാം കാണേണ്ടത്
അതെപ്പോഴും നൂതന ആശയങ്ങളുടെ പ്രായോഗിക രൂപമാണ്. നൂതന ആശയം ആർക്കാണ് കൂടുതലായിട്ടുണ്ടാവുക? അത് സംശയമില്ല, യുവാക്കൾക്കാണ്. അപ്പൊ ഒരുപാട് നൂതന ആശയങ്ങൾ സ്വാഭാവികമായും യുവജനങ്ങൾക്കുണ്ടാകും. നമ്മുടെ മാറുന്ന ലോകത്തിന്റെ ചലനങ്ങൾ വളരെ വേഗം തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിഭാഗമാണ് യുവജനങ്ങൾ. ഇതാണ് നമ്മുടെ നാട്ടിലും കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട് പൊതുവെ നല്ല നിലക്ക് വിദ്യാഭ്യാസം നേടിയവരുള്ള നാടാണ്. അങ്ങനെയുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ പലതരത്തിലുള്ള നൂതനാശയങ്ങൾ കൈമുതലായിട്ടുള്ളവരാണ്. പക്ഷെ ആ ആശയങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിൽ അവർക്ക് പരിമിതികളുണ്ടായി. ഒരു ഭാഗം ഫണ്ടിങ്ങുകളായിരുന്നു, മറ്റൊരു ഭാഗം ഇതിനാവശ്യമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു സംവിധാനത്തിന്റെ കുറവായിരുന്നു. ഇത് നേരത്തെ വേണ്ടത്ര വികസിച്ചിരുന്നില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് 2016 അന്ന് LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ 300 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നത്. സ്റ്റാർട്ടപ്പുകളുടെ വികസന സാധ്യത ആ സർക്കാർ ശരിയായ രീതിയിൽ തന്നെ തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായി ഒരു പ്രത്യേക സ്റ്റാർട്ടപ്പ് നയം ആവിഷ്കരിച്ചു. നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം അത്തരമൊരു സ്റ്റാർട്ടപ്പ് നയം ആവിഷ്കരിച്ചത്. അതിനെ തുടർന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ടിംഗ് ലഭ്യമാക്കി. സ്റ്റാർട്ടപ്പുകൾക്കായി കോർപ്പസ് ഫണ്ട് രൂപീകരിച്ചു. സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ കേൾക്കാനും അവ പ്രാവർത്തികമാക്കാനും കഴിയുന്ന വിധത്തിലേക്ക് സ്റ്റാർട്ടപ്പ് മിഷനെ മാറ്റിയെടുത്തു. ഇതിനെല്ലാം നല്ല നിലക്ക് ഫലമുണ്ടാക്കാനായി. ആ ഘട്ടത്തിൽ അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെയും ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. വളരെ മികവാർന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. വ്യക്തിപരമായി ഉണ്ടായ ഒരു ദൗർബല്യം, പിന്നെ വല്ലാത്ത വേട്ടയാടലിന് അദ്ദേഹം ഇരയാക്കപ്പെടുന്നതും കണ്ടു. ഇന്ന് നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6200. ആ നിലയിലേക്ക് സ്റ്റാർട്ടപ്പ് രംഗത്ത് വർദ്ധിപ്പിക്കുന്നതിന് ആ ഘട്ടത്തിൽ നാം നടത്തിയ പ്രവർത്തനം വലിയ തോതിൽ സഹായകമായി എന്നതാണ് വസ്തുത. ഇവിടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുക മാത്രമല്ല, ഈ രംഗത്ത് അനേകം
നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2022 സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളമാണ് ടോപ്പ് പെർഫോമർ പദവിയിലെത്തിയത്. അത് നമ്മുടെ സ്റ്റാർട്ടപ്പ് രംഗത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലന്റ് റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ ഒന്നാമതാണ്. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഭാഗമാണ് ഒരു ഘട്ടത്തിൽ ഇപ്പൊ അടുത്ത നാളിൽ കേരളത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ച കാര്യം. അത് 2021-നും 2023-നും ഇടയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായ വളർച്ച രണ്ടക്കല്ല 254%. അതേസമയം ഗ്ലോബൽ ശരാശരി 46%. ഗ്ലോബൽ ശരാശരി 46 നിൽക്കുന്നു, കേരളം 254 നിൽക്കുന്നു. ഇത് കണ്ട് ആ കാര്യം പരസ്യമായിട്ട് ഒരാൾ പറഞ്ഞു, കേരളത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്റെ നാട്ടിൽ, എന്തൊരു പുകിലാണ് ഇവിടെ നടന്നത്. അങ്ങനെ പുകിൽ നടക്കുമ്പോ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട നമ്മുടെ മാധ്യമങ്ങളിൽ എത്ര എണ്ണത്തിന് ഈ പറഞ്ഞ കാര്യം വസ്തുതയാണ്, കേരളത്തിന്റെ ഒരു മേഖലയിലുള്ള വളർച്ചയാണത് കാണിക്കുന്നത് എന്ന് പറയാൻ തയ്യാറായ? അതാണ് നമ്മുടെ നിർഭാഗ്യകരമായ ഒരവസ്ഥ. കേരളം മൊത്തമായി വളർന്നു എന്ന് പറയണ്ട, അങ്ങനെ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പറയണ്ട. പക്ഷെ ഈ കണക്ക് അത് അംഗീകരിച്ചൂടെ? അതാരും സേവ പിടിച്ചു വന്ന കണക്കല്ലല്ലോ. നമ്മുടെ നാടിന്റെ ഒരു മേന്മയൊക്കെ ഇത് കാണിക്കുന്നത്. നാടിന്റെ മേന്മ പറഞ്ഞു പോയാൽ അത് കുറ്റകരമാകുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നാം കാണേണ്ട ഒരു കാര്യം, ഏത് നേട്ടവും പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നില്ല. നമുക്കതിനൊരു ശരിയായ ദിശാബോധം വേണം, കൃത്യമായ ലക്ഷ്യം വേണം. ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടാൻ കഴിയില്ല. പക്ഷെ നാം അതിനായി ശ്രമിക്കണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. ഇപ്പൊ നേരത്തെ കേരളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ, മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ കേരളത്തിന്റെ ജീവിത നിലവാര തോത് 25 വർഷം കൊണ്ട് ഉയർത്തലാണ് ലക്ഷ്യം വെക്കുന്നത് എന്നൊരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ നേട്ടം ഒരു ദിവസം കൊണ്ട് നേടുന്നതല്ല. 25 വർഷത്തെ പ്രവർത്തനം നമ്മളതിൽ പറയുന്നുണ്ട്. 25 വർഷം, ചിലപ്പോൾ 20 വർഷമാകാം, 15 വർഷമാകാം. പക്ഷെ 25 വർഷം കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു. അതിൻ്റെതായ കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഓരോ രംഗത്തും മാറ്റമുണ്ടാക്കാൻ കഴിയും. ഇതിന്റെ ഭാഗമായിട്ടുള്ള മറ്റു കുറെ പ്രശ്നങ്ങളുണ്ട്, അതിലേക്കിപ്പോ ഞാൻ പോകുന്നില്ല. അങ്ങനെ പോയാൽ കുറെ അധികം സമയമാവുന്നുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള ഇടപെടലുകൾ അതാണ് ഇത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വഴിവെച്ചത് എന്നത് നാം കാണുന്നു. ഇപ്പോ
ഒരു ഭാഗം നമ്മുടെ വിദ്യാർത്ഥികളാണ്, ഉന്നത വിദ്യാഭ്യാസ മേഖല. അപ്പൊ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ശാക്തീകരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 525-ലധികം ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററുകൾ നമ്മുടെ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇതൊരു ഭാഗം. ഇതിനു പുറമെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിക്കപ്പെട്ടത്. അത് സ്ഥാപിച്ചപ്പോ അന്ന് IT മേഖലയിലുള്ള എല്ലാവരും പ്രകടിപ്പിച്ച ആവേശം ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ കേരളത്തിലാണത് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോ ഇത്തരത്തിലുള്ള 22 എണ്ണം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് സ്റ്റാർട്ടപ്പ് ഡിസൈൻ നടത്തുന്നതിന് ഈ ഫാബ് ലാബുകൾ വലിയ തോതിലാണ് ഉപകരിക്കുന്നത്. നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ മുഖേന 2016 ശേഷമുള്ള കണക്കെടുത്താൽ 5800 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലെത്തിയിട്ടുണ്ട്. 900-ലധികം ആശയങ്ങൾക്ക് ആദ്യഘട്ട പ്രാരംഭഘട്ട സഹായം എന്ന നിലക്ക് ധനസഹായം 50 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകളിൽ നിന്നും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സർക്കാർ വകുപ്പുകൾക്ക് നേരിട്ട് വാങ്ങാം. അതിനുള്ള പരിധി 20 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 151 സ്റ്റാർട്ടപ്പുകൾക്ക് 32 കോടി രൂപയുടെ പ്രൊക്യൂർമെന്റ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിൽ മാത്രം 1,80,000 ചതുരശ്രയടി വലിപ്പമുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റിയാണുള്ളത്. ഇതിനു പുറമെ ഹഡിൽ ഗ്ലോബൽ പോലെയുള്ള ആഗോള ഉച്ചകോടികൾ നാം സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോ ഇതൊക്കെ സ്റ്റാർട്ടപ്പുകൾക്ക് വളരാനുള്ള വലിയ സാഹചര്യമാണ് കേരളത്തിൽ ഒരുക്കിയത്. വിദേശ വിപണിയിലേക്ക് സ്റ്റാർട്ടപ്പുകളുടെ പ്രവേശനം സുഗമമാക്കുന്നതിനായി സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിക്കാനായി അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അവസരം നേടിയെടുക്കാനാവണം. അതിന് ഇന്റർനാഷണൽ എക്സ്പോഷർ പ്രോഗ്രാമും നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇവിടെ ടെക്നോസിറ്റിയിൽ 5 ലക്ഷം ചതുരശ്രടി വിസ്തീർണത്തിൽ ഒരുങ്ങുന്ന എമർജിംഗ് ടെക്നോളജി ഹബ്ബ് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപിക്കുന്നത്. അപ്പോ സ്റ്റാർട്ടപ്പ് മേഖലയെ നല്ല കരുതലോടെയും കാര്യക്ഷമതയോടെയുമാണ് സമീപിക്കുന്നത് എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. അപ്പോ നാം കാണേണ്ടത് സ്റ്റാർട്ടപ്പ് രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് യുവാക്കൾക്ക് തങ്ങളുടെ ആശയങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയും. അതിന് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സ്റ്റാർട്ടപ്പ് മേഖലയിൽ മാത്രമല്ല ഇത്തരം വളർച്ചയുണ്ടാകുന്നത്. എല്ലാ മേഖലയിലും വളർച്ചയുണ്ടാവുകയും
അടുത്ത നാളിലാണ് വിജയകരമായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നാം സംഘടിപ്പിച്ചത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം രാജ്യത്തിന്റെ മുൻപന്തിയിലെത്തിയിരിക്കുന്നു. ഒരു പുതിയ രീതി കേരളത്തിൽ ഉയർന്നു വരുന്നു. ഇവിടെ നിക്ഷേപ സംഗമത്തിന് അതിനു മുൻപ് തന്നെ കുറെ പേർ, കുറെ സ്ഥാപനങ്ങൾ നിക്ഷേപ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോ കൂടുതൽ സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നു. 374 സംരംഭങ്ങൾ നിക്ഷേപത്തിന് താല്പര്യം അറിയിച്ചിരിക്കുന്നു. ഇവിടെ IT മേഖലയിലെ 24 കമ്പനികൾ അവരുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ പോകുന്നു. 8500 കോടി രൂപയുടെ നിക്ഷേപവും 60,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഈ താൽപര്യപത്രങ്ങളുടെ തുടർ നടപടികൾക്ക് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നേട്ടങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ കേരളത്തിൽ നമ്മളിപ്പോൾ ഒന്നാമതെത്തി. എങ്ങനെയാണ് എത്തിയത്? 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത്തരമൊരു കാര്യം നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല. അപ്പൊ അസാധ്യമായത് സാധ്യമാക്കാൻ പറ്റുമെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ സർക്കാർ അതിനാണ് തുടക്കം കുറിച്ചത്. പരിശോധന വിശദമായി നടന്നു. വിവിധ മേഖലകളുടെ യോഗം നടന്നു. എല്ലാവരുടെയും വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. അതിന്റെ ഭാഗമായി കണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിച്ചു തുടങ്ങി. ഒരു ഭാഗത്ത് നിയമങ്ങൾ മാറ്റണമായിരുന്നു, വേറൊരു ഭാഗത്ത് ചട്ടങ്ങൾ മാറ്റണമായിരുന്നു, ചിലരിലെ മൈൻഡ് സെറ്റപ്പ് മാറണമായിരുന്നു. ഇതിലെല്ലാം ഇടപെടലുണ്ടായി. പടിപടിയായി മാറ്റം വന്നു. ആ മാറ്റത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കഴിഞ്ഞ ദേശീയ ശരാശരി എടുത്തപ്പോൾ കേരളമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 സംസ്ഥാനം എന്ന നില വന്നിരുന്നു. ഇതാണ് നാം സ്വീകരിക്കേണ്ട നില. അത്തരമൊരു നിലയാണ് കേരളത്തിൽ സ്വീകരിച്ചു വന്നത്. ഇപ്പോ നടക്കില്ല എന്ന് കണക്കാക്കിയ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോ നടക്കും എന്ന നില എല്ലാവർക്കും വന്നല്ലോ. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ചിന്തിച്ചിരുന്നല്ലോ. ഇപ്പൊ ദേശീയപാത വികസനം നിങ്ങൾ എല്ലാ ഭാഗത്തുള്ളവരൂടെ കാണുമല്ലോ. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ആ ദേശീയപാത വികസനത്തിന്റെ ശരിയായ അനുഭവം, ശരിയായ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല. അത് കേരളത്തെ മാറ്റുകയാണ്. നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിക്ഷേപം നടത്താൻ വേണ്ടി ഒരാൾ വന്നു. ആ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം യാത്ര പുറപ്പെട്ടു. അപ്പോഴാണ് അതിന്റെ വിഷമം മനസ്സിലായത്. അപ്പൊ മുമ്പോട്ട് പോകില്ലല്ലോ, എല്ലാവരുടെയും തടസ്സങ്ങളാണല്ലോ, ബ്ലോക്കാണല്ലോ. അപ്പൊ ആ യാത്ര അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. പക്ഷെ പിന്നെ കേരളത്തിലേക്ക് വന്നില്ല. നേരെ നമ്മുടെ തൊട്ട സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പോയി അവിടെ സ്ഥാപിച്ചു ആ സ്ഥാപനം. ഇതൊന്നല്ല, ഒരുപാടെണ്ണമായിരുന്നു. നമ്മുടെ പശ്ചാത്തല സൗകര്യം വർദ്ധിക്കുക, ആളുകൾക്ക് യാത്ര ചെയ്യാൻ അവസരമുണ്ടാവുക, നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക, അത് വ്യവസായ വികസനത്തിന്, നിക്ഷേപങ്ങൾ കൂടുതൽ ആകർഷിക്കുന്നതിന് ഏറ്റവും പ്രധാന ഘടകമാണ്. അതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിപ്പോ
പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നാഷണൽ ഹൈവേ മാത്രമല്ല, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, വേറൊരു ഭാഗത്ത് മലയോര ഹൈവേ. ഇതിനും പുറമെ ഇവിടുന്ന് കോവളത്തുനിന്ന് ബേക്കൽ വരെ നീളുന്ന ഒരു ജലപാത, അതിനു പുറമെയുള്ള നമ്മുടെ റോഡുകൾ എല്ലാം നല്ല നിരക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. പശ്ചാത്തല സൗകര്യ വികസനത്തിലാണ് പ്രധാനമായും കിഫ്ബി മുഖേനയുള്ള പണം എത്ര 90,000 കോടിയോളം രൂപ ഈ കേരളത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായുള്ള മാറ്റം കേരളത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതെല്ലാം വലിയ തോതിൽ നമ്മുടെ നാടിന്റെ വികസനത്തിന് ഉതകുന്ന കാര്യങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. സംരംഭക വികസനത്തിന് നല്ല പ്രോത്സാഹനം ഇതിന്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ റോബോട്ടിക് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, അതേപോലെ തന്നെ AI കോൺക്ലേവ് നമ്മുടെ നാട്ടിലാണ് ആദ്യം വേദിയൊരുക്കിയത്. ഇവയെല്ലാം തുറന്നു തരുന്ന അനന്തമായ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഉപയോഗിച്ച് യുവ സംരംഭകർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിൽ പ്രധാനമായും ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന് തോന്നുന്ന 2-3 കാര്യങ്ങൾ കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ലോകമാകെ ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ജെൻ AI മേഖലയിൽ വലിയ തോതിലുള്ള ഗവേഷണവും നടക്കുന്നുണ്ട്. അതുപയോഗിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും. ആ മേഖലയിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ആ പരിശോധന ഇപ്പോഴേ ഉണ്ടാകണം. അത് പരിശോധിച്ച് പ്രായോഗികവൽക്കരിക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ പാലിക്കേണ്ട പ്രൊഫഷണൽ എത്തിക്സ്, അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. നമ്മുടെ കേരളത്തിലെ കാർഷിക വികസനം, ആ മേഖലയിലും സ്റ്റാർട്ടപ്പ് രംഗത്തെ മുന്നേറ്റം എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അപ്പോൾ ഒരു സംശയം ചിലപ്പോൾ ഉണ്ടാകാം, കൃഷി എന്നത് ഒരു പരമ്പരാഗത സംവിധാനമല്ലേ എന്ന്. അതെങ്ങനെയാണ് നൂതനാശയങ്ങളുമായി ചേരുക എന്നുള്ളത്? അത്തരമൊരു ചിന്ത വേണ്ട. അഗ്രിടെക് മേഖലയിലാണ് ഇപ്പോൾ വലിയ ഗവേഷണങ്ങൾ നടക്കുന്നത്. അതാണ് പഠനങ്ങളും കണക്കുകളും ഒക്കെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമാണ് കാലാവസ്ഥാ വ്യതിയാനം. അത് അതിന്റെ ശരിയായ ഗൗരവത്തിൽ കാണാൻ നമുക്ക് കഴിയണം. ഇവിടെ മനുഷ്യരാശിയുടെ വെൽനസ് ഉറപ്പാക്കാനുള്ള നൂതന ആശയങ്ങൾ എന്ന നിലക്ക് അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? അതാണ് കാര്യമായി ചിന്തിക്കേണ്ടത്. മറ്റൊന്ന്, ഇലക്ട്രിക് വാഹനം വിപ്ലവകരമായ മാറ്റമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന് പ്രവർത്തിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്ന ഇലക്ട്രിക് വാഹന നയമുണ്ട്. അതിന് സഹായകമായ ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും മെഡ്ടെക് മേഖലയിലും കാര്യമായ സംഭാവനകൾ ഉണ്ടാകണം. ഫാർമസ്യൂട്ടിക്കൽ മേഖലയും മെഡ്ടെക് മേഖലയും ഇപ്പോ പ്രധാനമാണെന്ന് നാം കാണുന്നു. ഇതിനൊക്കെ പുറമെ വളർന്നു വരുന്ന റോബോട്ടിക്സ്, ഓട്ടോണമസ് ലോജിസ്റ്റിക്സ്, ഫിൻടെക്, ഈ മേഖലകളിലെല്ലാം കാര്യക്ഷമമായ ഇടപെടലിന് ശ്രമിക്കണം. ഇത് നിങ്ങളെ മനസ്സിലുള്ള ആശയങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ നിസ്സാരമായിട്ടുള്ളവയായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സിൽ ധാരാളം ആശയങ്ങളുണ്ടാവും. പുതിയ പുതിയ മേഖലകളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നവരായിരിക്കും നിങ്ങൾ. ആ നൂതന ആശയങ്ങളെല്ലാം ചർച്ച ചെയ്ത് വിപുലമായി
വിപുലപ്പെടുത്തി മുന്നോട്ട് പോകാൻ സഹായകമാകുന്ന ഒരു പരിപാടിക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഒന്നേ പറയാനുള്ളൂ, ഇതിവിടം കൊണ്ട് നിർത്താൻ പാടില്ല. തുടർച്ചയായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാനാകണം. ഈ പരിപാടിയിൽ പങ്കെടുത്ത സാധാരണ ഡിവൈഎഫ്ഐയുടെ ഭാഗമായ അല്ലാതെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നത് ഈ പരിപാടിയുടെ പ്രത്യേകത കൊണ്ടാണ്. അത്തരം പരിപാടി നല്ല രീതിയിൽ സംഘടിപ്പിച്ച് കൂടുതൽ പ്രൊഫഷണലുകളെ ഇതിന്റെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മവാസോ 2025 ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം. നന്ദി സർ. മവാസോ 2025 ഭാഗമായുള്ള പ്രഥമ യൂത്ത് സ്റ്റാർട്ടപ്പ് ഐക്കൺ അവാർഡാണ് ഈ വേദിയിൽ വെച്ച് അടുത്തതായി വിതരണം ചെയ്യുന്നത്. കണ്ണൂർ സ്വദേശിയായ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർ റോബിൻ കാനാത്ത് തോമസ് ആണ് പ്രഥമ യൂത്ത് സ്റ്റാർട്ടപ്പ് ഐക്കൺ അവാർഡിന് അർഹനായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി സിഇഒ ശ്രീ റോബിൻ കാനാത്ത് തോമസിനു വേണ്ടി ആസ്റ്റക്കിന്റെ ഇന്നോവേഷൻ കോ ഫൗണ്ടർ ശ്രീ ജിതിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് പുനരധിവാസത്തിനുള്ള ഉപകരണങ്ങൾ വികസിപ്പിക്കുന്ന ആസ്ട്രിക് ഇന്നോവേഷൻ എന്ന സ്റ്റാർട്ടപ്പിന്റെ സിഇഒ ആണ് റോബിൻ. കൺഗ്രാറ്റുലേഷൻസ് റോബിൻ ആൻഡ് ടീം. 1 ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും ഒപ്പം മൊമെന്റോയുമാണ് പുരസ്കാര ജേതാവിന് ലഭിക്കുന്നത്. മവാസോ 2025 ഭാഗമായുള്ള പ്രഥമ യൂത്ത് സ്റ്റാർട്ടപ്പ് ഐക്കൺ അവാർഡ് ആസ്ട്രിക് ഇന്നോവേഷൻ എന്ന സ്റ്റാർട്ടപ്പിന്റെ സിഇഒ മിസ്റ്റർ റോബിൻ കാനാത്ത് തോമസ് ആണ് വിജയി. പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ആസ്ട്രിക് ഇന്നോവേഷന്റെ കോ ഫൗണ്ടർ ശ്രീ ജിതിൻ. താങ്ക് യു സർ. Congratulations to the winner. Congratulations to Team Astric Innovation. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു മുൻ വ്യവസായ മന്ത്രി ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റുമായ ശ്രീ EP ജയരാജൻ സാർ. ഡിവൈഎഫ്ഐ കേരളയുടെ കേരള യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മവാസോ 2025 പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, മറ്റ് ഡിവൈഎഫ്ഐ നേതാക്കള്, സഹോദരി സഹോദരന്മാർ, നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അതീവ സന്തോഷമുണ്ട്. 1980 ഡിവൈഎഫ്ഐ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും നമ്മുടെ നാട് ഒരുപാട് വളർന്ന് വികസിച്ചു. ആ വികസനത്തോടൊപ്പം, ആ വളർച്ചയോടൊപ്പം സഞ്ചരിക്കാൻ കാലോചിതമായ നിലയിൽ യുവജനങ്ങളുടെയും നാടിൻ്റെയും താല്പര്യം സംരക്ഷിക്കാൻ ഫലപ്രദമായ പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമാണ് ഈ മാവോസോ 2025. ഞാൻ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയോടും പ്രസിഡന്റോടും ചോദിച്ചു, എന്താ ഈ മാവോസോ? കാരണം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അത് വേഗത്തിൽ മാവോയിസമായി വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എന്താ ഈ മാവോസോ? അപ്പൊ അവർ ലോകത്തെക്കുറിച്ച് പരിശോധിച്ചു. ലോകത്തിലെ ഒട്ടനവധി സംഭവങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത
ഒരു സംഭവമാണ് മാവോസം എന്നുള്ളത്. ഒരു നാമകരണമാണ് മാവോസം എന്നുള്ളത്. തീർച്ചയായും നിങ്ങൾ വളരെ ഗഹനമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു സംരംഭത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. ഇന്ന് കേരളം അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്, യുവജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് തൊഴിൽ മേഖലയിലെ തൊഴിലില്ലായ്മ പ്രശ്നം. അവയ്ക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് യുവജനങ്ങളുടെ പൊതു താല്പര്യമാണ്. അത്തരമൊരു താല്പര്യത്തെ സംരക്ഷിക്കാൻ ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുകയും അത് പഠിച്ച് അതിനെ വികസിപ്പിക്കുകയും ചെയ്യാൻ മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവിനെ, ചിന്തയെ ഉപയോഗപ്പെടുത്താനുള്ള വേദികളായി ഇത്തരത്തിലുള്ള രംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയാണ്. നിങ്ങളിവിടെ ഇരിക്കുന്ന യുവാക്കളെക്കാളും നിങ്ങൾക്ക് ശേഷമുള്ള തലമുറ അതീവ ബുദ്ധിശാലികളായിരിക്കും. അതിനുശേഷമുള്ള തലമുറ അതിനേക്കാളും ബുദ്ധിശാലികളായിരിക്കും. മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയിൽ കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്ര പഠനങ്ങൾ സ്വായത്തമാക്കി കൂടുതൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, മനുഷ്യ സമൂഹത്തെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പിന്നോക്കാവസ്ഥയും പരിഹരിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ബുദ്ധിപരമായ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനും ഈ സംരംഭത്തിന് കഴിയും. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാം ചിന്തകൾ വളർത്തിയെടുത്ത് രൂപപ്പെടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയത്തക്ക നിലയിൽ പുതിയ സംരംഭങ്ങൾ, പുതിയ സ്റ്റാർട്ടപ്പുകൾ കണ്ടെത്തുക. ഞാൻ ഇന്നലെ സനോജോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഗവേഷകരോട്, നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വരുന്നവരോട്, ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരോട്, ഇന്ന് കേരളത്തിന്റെ ഒരു പ്രശ്നം, നമ്മുടെ തൊഴിൽ മേഖലയിൽ കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. ഇവിടുത്തെ കേരം നിറഞ്ഞതാണ്. ഇന്ന് തെങ്ങിൽ കയറാനാവില്ല, തേങ്ങ പറിച്ചെടുക്കാൻ കഴിയുന്നില്ല. ശാസ്ത്ര നിരീക്ഷണങ്ങൾ ആ വഴിക്കൊന്ന് സഞ്ചരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ റിമോട്ട് കൺട്രോൾ ഇപ്പോൾ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുന്നില്ലേ? ഈ ശാസ്ത്രത്തിന്റെ വളർച്ചയെ ഇപ്പോൾ കാർഷിക രംഗത്ത് കൃഷിക്കാർക്ക് ഇതൊരാവശ്യമായി വന്നിരിക്കുന്നു. തീർച്ചയായും 10,000 ലക്ഷങ്ങളാണ് നിങ്ങളുടെ ചിന്തകൾ രൂപപ്പെട്ടു വന്നാൽ ഇന്ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് കൂടുതൽ അറിവുകൾ വികസിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയത് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ വലിയൊരു മേഖലയിലെ സാമ്പത്തിക അഭിവൃദ്ധി, കാർഷിക മേഖലയിൽ പിന്നോക്കാവസ്ഥ ഒക്കെ പരിഹരിക്കാൻ കഴിയും. അപ്പൊ പുതിയ പുതിയ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിച്ച് ഈ സമൂഹത്തിന്റെ പൊതുകർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയത്തക്ക നിലയിൽ ആകെ ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ യുവജനങ്ങൾക്ക് കരുത്തും ശക്തിയും കൊടുക്കാൻ, കാരണം അവരാണ് ഊർജം. ആ ഊർജത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ സംരംഭം, അതിനെല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. നിങ്ങൾ ഇനിയും ഇതുപോലെ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളിതിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ ഇതൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുള്ളതല്ല. അന്ന് അടിയും ഇടിയും പിടിയുമാണ് ഞങ്ങളുടെ മുമ്പിൽ. അതാണ് ഞങ്ങൾ നേരിട്ടത്. ഇന്ന് നിങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ കരുത്തരായി ഉയർന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന DYFI കേരള കമ്മിറ്റിയെ, അതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റിനും ഒക്കെ, അതിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് കൂടിയാണ്, അവരെല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി സർ. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ശ്രീ A.A. റഹീം MP, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അധ്യക്ഷൻ വി വസീഫ്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ശ്രീ EP ജയരാജൻ, സനോജ്, മറ്റ് വിശിഷ്ട വ്യക്തികളായി ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. മവാസ്വയിൽ 2 ദിവസവും പൂർണ്ണസമയം നിങ്ങൾക്കൊപ്പം നിങ്ങളെ കേൾക്കാൻ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ
ഞാൻ അതിഥിയായി മാത്രമല്ല ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലൊന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായ വളരെ വലിയ മാറ്റം സൂചിപ്പിച്ചു. അതിന്റെ തുടർച്ചയും പറഞ്ഞു. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലെനിക്കൊരു അഭിപ്രായമുള്ളത് തുടർഭരണത്തിന്റെ ഗുണമാണത്. 1957 മുതൽ നമ്മൾ ആർജിച്ചെടുത്ത ഒരു കൃത്യമായ കാഴ്ചപ്പാടിന്റെ ഗുണമാണത്. എന്താണ് കാഴ്ചപ്പാട്? ഇവിടെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഇതിനോട് ചേർത്ത് വെക്കുന്ന വേറൊരു കാര്യം കൂടി നവംബർ 1 സംഭവിക്കും. അത് ഇന്ത്യയിലാദ്യമായി എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുന്ന സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഒരേ സമയം ലോകത്താകെ ശ്രദ്ധിക്കപ്പെടുകയും അക്നോളജ് ചെയ്യുകയും ചെയ്യുന്ന വിധം നമ്മുടെ വ്യവസായിക പുരോഗതി, സ്റ്റാർട്ടപ്പ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പുതിയ കാലത്തെ കാണുന്നു. അതേസമയം തന്നെ ഒരു ഗവൺമെന്റിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആ അർത്ഥത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അലോക്കേഷൻ മാറ്റിവെച്ചത് രാജ്യത്തെ സ്കൂളുകളിലെ ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി. നമ്മുടെ കേരളത്തിൽ ഇതിനകം 45,000 സർക്കാർ ക്ലാസ് മുറികൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഡിജിറ്റലൈസ്ഡ് ആണ്. കെയർഫോൺ വഴി മാത്രം 12,000 സ്കൂളുകളിൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡിജിറ്റൽ ഡിവൈഡ് ഒരു പുതിയ സോഷ്യൽ ലെവലായി ഉയർന്നു വരികയാണ്. ആ ഡിജിറ്റൽ ഡിവൈഡ് എന്ന ഒരു സോഷ്യൽ ഇഷ്യൂ, ഒരു പൊതു പ്രശ്നത്തെ കേരളം നേരത്തെ കൂട്ടി തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇടപെടുകയാണ്. ഇതൊരു കാഴ്ചപ്പാടാണ്, കൃത്യമായ രൂപരേഖയാണ്. അടുത്തൊരു 25 വർഷത്തെ രൂപരേഖയാണ് 2016 മുതൽ നമ്മൾ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്, കേരളത്തിന്റെ ടൂറിസം ഡെവലപ്മെന്റിന്, എല്ലാ മേഖലയിലും ഈ മാറ്റമുണ്ട്. എല്ലാ മേഖലയിലെയും മാറ്റത്തെ ഒരൊറ്റ ഡേറ്റ കൊണ്ട് നമുക്ക് സാധൂകരിക്കാം. അത് ഇക്കഴിഞ്ഞ ഇക്കണോമിക് സർവേ റിപ്പോർട്ടാണ്. രാജ്യത്തെ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ തുടർച്ചയായ 3 പാദങ്ങളിലായി താഴേക്ക് വരികയാണ്. 8.1% നിന്ന് ഏറ്റവും ഒടുവിലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം 6.4 ആണ്, താഴോട്ടാണ്. നിർമ്മല സീതാരാമൻ തന്നെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച ഇന്ത്യയുടെ എക്കണോമിക് സർവേ റിപ്പോർട്ട്. എന്നാൽ കേരളത്തിൻ്റെതോ? കേരളത്തിലത് എബോവ് 7% ആണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച താഴേക്ക് വരികയും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച മുൻപോട്ട് പോവുകയും ചെയ്യുന്നു. ഡേറ്റയാണ്, എക്കണോമിക് സർവേ റിപ്പോർട്ടാണ്. ഇത് വളരെ വിസിബിൾ ആണ്. ഏത് കാലമാണെന്ന് കൂടി ഓർമ്മിക്കണം. കേന്ദ്ര സർക്കാർ എല്ലാ അർത്ഥത്തിലും കേരളത്തെ ശ്വാസം മുട്ടിച്ചൊരു കാലം. തോൽക്കാൻ മനസ്സില്ലെന്ന ഒരു സംസ്ഥാനത്തിന്റെ, ഒരു ജനതയുടെ പ്രഖ്യാപനമാണ് ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയും കാഴ്ചപ്പാടുകളുമാണ്. അസാധ്യമായത് സാധ്യമാക്കുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സൂചിപ്പിച്ചു. ഇതൊരു വിൽ പവറാണ്, കാഴ്ചപ്പാടാണ്, ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ്. അതാണ് നമ്മുടെ കേരളത്തിന് ഇത്രയധികം മാറ്റമുണ്ടാകുന്നത്. ഇനിയും മുൻപോട്ട് പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ അവസാനത്തെ ഭാഗം സൂചിപ്പിച്ചു. ഇവിടെ നിങ്ങളുടെ വർത്തമാനങ്ങളിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടും ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പഠനവും അതോടൊപ്പം തന്നെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പഠനവും സൂചിപ്പിക്കുന്നത് നിലവിലുള്ള വർക്കിംഗ് അവറിന്റെ ഒരു വലിയ ഭാഗം, വലിയൊരു ശതമാനം നഷ്ടപ്പെടാൻ പോവുകയാണ്. അത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ്. ജോലിയുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. പുതിയ ടെക്നോളജി ഇത്തരം പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ ഉതകുന്ന വിധമായിരിക്കണം. പുതിയ കണ്ടെത്തലുകൾ ഇവിടെ പിച്ചിങ്ങിന് പോവുകയാണ്. പലരും എന്റെ വാസിക്ക് പറഞ്ഞു, അതാണ് പല കസേരകളും ഇപ്പോൾ ഒഴിയുന്നത്. പുറത്ത് മറ്റു വേദികളിൽ അവർ എൻഗേജ് ചെയ്യുകയാണ്. നിങ്ങളുടെ പുതിയ ഐഡിയ ഹാൻഡിങ്ങിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കണം. ഇന്നുള്ള പ്രശ്നം മാത്രമല്ല, വരാനിരിക്കുന്ന ദിവസങ്ങളിലെ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ആ പ്രശ്നങ്ങളെ കൂടി എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത് എന്ന് ജെൻ റോബോട്ടിക് ഇവിടെയുണ്ട്, ജെൻ റോബോട്ടിക്കിന്റെ സിഇഒ ഇവിടെയുണ്ട്, അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെയുണ്ട്. ഒരു വലിയ പ്രശ്നത്തെ അത് അഡ്രസ് ചെയ്യാൻ, മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെയും
നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് ടെക്നോളജിയിലൂടെ, എങ്ങനെയാണ് ഇന്നോവേഷൻസിലൂടെ നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ കഴിയുക എന്ന ദിശയിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. DYFയുടെ കേരള സംസ്ഥാന ഘടകത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് ഏറ്റവും ക്രിയേറ്റീവായ, ഏറ്റവും പ്രൊഡക്റ്റീവായ ഇടപെടലുകൾ നടത്തി വരുന്നു. DYFയുടെ കേരള സംസ്ഥാന ലീഡർഷിപ്പിനെയും അതിന്റെ സെന്ററിനെയും ഒന്നടങ്കം അഭിനന്ദിച്ചുകൊണ്ട് മവാസയുടെ പിന്നിൽ പ്രവർത്തിച്ചതിന് ആദ്യത്തെ എഡിഷനാണ്. സാധാരണ ആദ്യത്തെ എഡിഷനിൽ ചില തരത്തിലുള്ള ബലാരിഷ്ടതകളെല്ലാം ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് ഈ വേദിയിൽ സാക്ഷ്യപ്പെടുത്താൻ തോന്നുന്നു, ബലാരിഷ്ടതകൾ തീരെയില്ലാതെ ഒരു തുടക്കമാണ് ഇതെന്ന് പറയാൻ കഴിയാത്ത വിധം ഏറ്റവും മനോഹരമായി ഇതിനെ ഡിസൈൻ ചെയ്ത, ക്രാഫ്റ്റ് ചെയ്ത മവാസോയുടെ മുഴുവൻ ശില്പികൾക്കും പ്രത്യേകമായി DYFയുടെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പേരുള്ള അഭിനന്ദനം നടത്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.